ഹായ്, വെൽക്കം ടു മൈ ചാനൽ മോംസ് ടു മാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് EVS ആണ്. EVSൽ ഫസ്റ്റ് ചാപ്റ്റർ, ക്ലാസ് 2 EVS ഫസ്റ്റ് ചാപ്റ്ററാണ്. ഏതാണ്? ഗ്രോയിങ് അപ്പ്. അപ്പോൾ എല്ലാവരും ബുക്ക് എടുത്തോ, നോക്കിക്കോ. ഗ്രോയിങ് അപ്പ്, വളർന്നു വരുന്നതിനെ കുറിച്ചുള്ള ചാപ്റ്ററാണ്. ഒരു കുട്ടി ആദ്യമായിട്ട് ജനിക്കുമ്പോഴെങ്ങനെയാണ്, പിന്നെ നിങ്ങളൊക്കെ ജനിച്ച സമയത്ത് എങ്ങനെയായിരുന്നു? ആദ്യമേ ജനിച്ചപ്പോഴേ എണീറ്റ് ഓടിയൊക്കെ നടക്കാനും അമ്മ അച്ഛ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാനൊക്കെ തുടങ്ങിയായിരുന്നോ? ഇല്ല. അപ്പം അതിനെക്കുറിച്ച്, അതായത് നമ്മൾ ജനിച്ച സമയം മുതൽ വളർന്നു വരുന്നതിനെ കുറിച്ചുള്ള ചാപ്റ്ററാണ്. അപ്പം നമുക്ക് നോക്കാം. ചാപ്റ്റർ 1, ഗ്രോയിങ് അപ്പ്. ഹേ, I am Simran. I am a 7-year-old girl. When I was born, I could not sit up, walk or talk. After some time, I started crawling. Later, as I grew up, I started standing up. This is the way I grew up. I am still growing. My parents take care of me. I am growing taller. Hey, I am Simran. എന്താണ്? ഞാൻ സിമ്രനാണ്. I am a 7-year-old girl. ഇപ്പോൾ എനിക്ക് എത്ര വയസ്സായി? 7 വയസ്സായി. നിങ്ങൾക്ക് എത്ര വയസ്സായി? 7 വയസ്സ് അല്ലേ? 2ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ 7 വയസ്സാണ്. അപ്പം നിങ്ങളെപ്പോലുള്ള ഒരു കുട്ടിയാണ് ആര്? സിമ്രൻ. സിമ്രന് 7 വയസ്സായി. വെൻ ഐ വാസ് ബോൺ, ഞാൻ ജനിച്ച സമയത്ത് ഐ കുഡ് നോട്ട് സിറ്റ് അപ്പ്. എന്താണ്? ഞാൻ ജനിച്ചോണ്ട് എനിക്ക് എണീറ്റ് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. വാക്ക്, നടക്കാൻ പറ്റത്തില്ല. ഓ ടോക്ക്, എന്താണ്? സംസാരിക്കാനും പറ്റത്തില്ല അല്ലേ? കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുകയായിരിക്കും അല്ലേ? അതുപോലെ സിമ്രനും എണീറ്റിരിക്കാനോ സംസാരിക്കാനോ നടക്കാനോ സാധിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് ജനിച്ച സമയത്ത്. അത് ആർക്കും സാധിക്കില്ല അല്ലേ? ഒരു കുഞ്ഞുവാവ എങ്ങനെയാണ്? കുഞ്ഞുവാവ അതായത് ജനിച്ച ഉടനെ ഉള്ള കുഞ്ഞുവാവ ഒരു 2-3 മാസത്തിൽ, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കുട്ടികൾക്ക് മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങുന്നത് അല്ലേ? ഈ അനിയനോ അനിയത്തിയോ ഉള്ളവർക്ക് അറിയായിരിക്കും. നോക്കിക്കോ. ആഫ്റ്റർ സം ടൈം, എന്താണ്? കുറച്ച് നാളുകൾക്ക് ശേഷം ഐ സ്റ്റാർട്ടഡ് ക്രോളിങ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടോ? ഇഴയുക. ഇതവിടെ ഒരു കുഞ്ഞ് ഇങ്ങനെ മുട്ടിട്ട് എഴഞ്ഞു പോകണ കണ്ട? അതാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, അതായത് കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇഴയാൻ തുടങ്ങി. ലേറ്റർ ആസ് ഐ ഗ്രൂ അപ്പ്, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ചുകൂടെ വളർന്നപ്പോൾ എന്ത് ചെയ്തു? ഇഴയുന്ന കുട്ടി എന്ത് ചെയ്യും? അടുത്ത് ഓരോ ചെയറോ അതായത് കസേരയോ മേശയോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അവൻ എന്ത് ചെയ്യും? ചുവരൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യും? അവൻ പിടിച്ചെണീക്കും. അപ്പോൾ അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? ഐ സ്റ്റാർട്ടഡ് സ്റ്റാൻഡിങ് അപ്പ്. അത് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞെന്ത് ചെയ്തു? എണീറ്റ് നിൽക്കാൻ തുടങ്ങി. ദിസ് ഈസ് ദ വേ ഐ ഗ്രൂ അപ്പ്. പിന്നെ എണീറ്റ് നിൽക്കും. എണീറ്റ് നിന്നിട്ട് എന്ത് ചെയ്യും? പിച്ച വയ്ക്കും ചെറുതായിട്ട്, കൈയൊക്കെ വിട്ടിട്ടൊക്കെ നോക്കും. ഞാനിത് എണീറ്റ് നിന്നല്ല, ഇനി അടുത്ത് എന്ത് ചെയ്യണമെന്ന് തോന്നും. ഒന്ന് കൈവിട്ട് നിന്നാലോ എന്നൊക്കെ തോന്നും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ നടക്കുന്ന കാണുമ്പോൾ കുഞ്ഞുമാവൻ എന്ത് ചെയ്യും? നമ്മുടെ കൂടെ നടക്കാനൊക്കെ ശ്രമിക്കും. അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യണം? ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഓരോ മാറ്റങ്ങൾ ആ കുഞ്ഞിന് ഉണ്ടാവുന്നത്. ദിസ് ഈസ് ദ വേ ഐ ഗ്രൂ അപ്പ്. അങ്ങനെയാണ് സിമ്രാൻ എന്ത് ചെയ്തത്? വളർന്നു വന്നതെന്നാണ് സിമ്രാൻ പറയുന്നത്. ഐ ആം സ്റ്റിൽ ഗ്രോയിങ്. ഇപ്പം ഞാൻ എന്ത് ചെയ്തു? വളർന്നു. മൈ പാരൻസ് ടേക്ക് കെയർ ഓഫ് മീ. ഇപ്പം എൻ്റെ അച്ഛനും അമ്മ എന്ത് ചെയ്യും? എന്നെ ശ്രദ്ധിക്കുന്നു. എൻ്റെ അച്ഛനും അമ്മയാണ് എന്നെ എന്ത് ചെയ്യണത്? ടേക്ക് കെയർ, ശ്രദ്ധിക്കുന്നത്. ഐ ആം ഗ്രോയിങ് ടാളർ. എന്താണ്? ഞാനിപ്പോൾ നല്ല പൊക്കമൊക്കെ വെച്ചു അല്ലേ? കുഞ്ഞാവെ പോലെയാണോ ഇപ്പം 7 വയസ്സായ കുട്ടി ഇരിക്കുന്നത്? ഇല്ല, ഞാൻ നല്ല പൊക്കമൊക്കെ വെച്ച് നല്ലൊരു എന്താ പെൺകുട്ടിയായി, നല്ലൊരു ഗേളായിട്ട് മാറി. അപ്പോൾ എല്ലാവരും ഒന്നുകൂടെ ഇതൊന്ന് നോക്കിയേ. ഫസ്റ്റ് മുതൽ ഞാൻ വായിക്കുകയാണ്, നോക്കിക്കോ.
Hey, I am Simran. I am a 7-year-old girl. When I was born, I could not sit up, walk, or talk. After some time, I started crawling. Later, as I grew up, I started standing up. This is the way I grew up. I am still growing. My parents take care of me. I am growing taller. അപ്പം ഈ പേജ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് പേജ് എടുത്തോ, നോക്കിയോ. നമുക്കിനി അടുത്ത പേജ് വായിക്കാം. A child grows into a young boy or girl. As time passes, a young boy grows into a man and a young girl grows into a woman. Then they are called adults. Many years later, we grow old like our grandfather and grandmother. അപ്പം എന്താണ്? എ ചൈൽഡ് ഗ്രോസ് ഇൻറ്റു എ യങ് ബോയ് ഓർ ഗേൾ. അതായത് ഒരു കുഞ്ഞ് വളർന്ന് വലിയ ആൺകുട്ടിയോ പെൺകുട്ടിയോ ആകും, അല്ലേ? ഒരു വളർന്ന് എന്താവും? നിങ്ങളെപ്പോലൊരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആയി മാറും. As time passes, a young boy grows into a man and a young girl grows into a woman. Then they are called adults. അപ്പോൾ എന്താണ്? കുഞ്ഞാവായിരിക്കുന്ന കുട്ടി, കുഞ്ഞാവ് എന്ത് ചെയ്ത് വളർന്ന് നിങ്ങളെപ്പോലുള്ള ചേച്ചിയോ ചേട്ടനോ ഒക്കെ ആയിട്ട്, ആ കുട്ടി കുറച്ചുകൂടെ എന്ത് ചെയ്യും? വളർന്ന് എന്താവും? വലിയ ആൺകുട്ടി. കുറച്ചുകൂടെ വളരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? നല്ല കുറച്ചുകൂടെ മുതിർന്ന അച്ഛനും അമ്മയെ പോലെ എന്താവും? വലിയൊരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആയിട്ട് മാറും. അങ്ങനെയുള്ളവരാണ് എന്ത് പറയുന്നത്? അഡൽട്സ്, അതായത് മുതിർന്നവരെന്ന് പറയുന്നത്, അല്ലേ? കുട്ടികൾ മാറി അടുത്ത് മുതിർന്നവരാവും. മുതിർന്നു കഴിഞ്ഞാലോ? Many years later, we grow old like our grandfather and grandmother. കുറച്ച് ദിവസമല്ല, കുറച്ച് വർഷങ്ങൾ ചെല്ലുമ്പോൾ ഈ മുതിർന്നവർ, അതായത് നമ്മൾ ഈ അച്ഛനും അമ്മയൊക്കെ കുറച്ചുകൂടെ നിങ്ങൾ വളർന്നതനുസരിച്ച് എന്ത് ചെയ്യും? അച്ഛനും അമ്മയും എന്തായി മാറും? അപ്പൂപ്പനും അമ്മൂമ്മയായി മാറും. അപ്പൂപ്പനും അമ്മൂമ്മയായിട്ട് അതുപോലെ എന്താണ്? ഈ മുതിർന്നവരെന്ത് ചെയ്യും? കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അവർ വയസ്സായി ഈ കസേര ഇരുന്ന് കണ്ടില്ലേ? കസേര പത്രം വായിക്കണം അപ്പൂപ്പൻ, അതുപോലെ അടുത്തിരിക്കണം അമ്മൂമ്മ. അതുപോലെ നമ്മൾ എന്താവും? കുറച്ചുകൂടെ വളർന്ന് വർഷങ്ങൾ ചെല്ലുമ്പോൾ നമ്മളും വയസ്സാവും. ഇനി ഇവിടെ ക്ലാസ് ആക്ടിവിറ്റിയാണ്. ഓരോ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അല്ലേ? അതായത് ഒരു കുഞ്ഞു വാവ, ആ വാവ എന്ത് ചെയ്യുന്നു? എഴയുന്നു. പിന്നെ അതെന്ത് ചെയ്യാണ്? എണീറ്റ് നിൽക്കണു. പിന്നെ വലുതായിട്ടുള്ളത്, അതായത് ഈ നമ്മുടെ നമ്മൾ ജനിച്ച് ഒരു കുട്ടി വളർന്ന് വലുതാവുന്ന ആ ഒരു സ്റ്റേജസാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കുട്ടി എന്താണ്? ഇൻഫൻറ്റ്. കുഞ്ഞുവാവ എന്താ? ഇൻഫൻറ്റ്. ആ ഇൻഫൻറ്റ് ജനിച്ച ഉടനെ നവജാത ശിശു എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് എന്താണ്? ആ കുട്ടി എന്ത് ചെയ്യും? എഴയാൻ തുടങ്ങുന്ന കുഞ്ഞുവാവ എന്താണ്? ബേബി. ആ കുട്ടി കുറച്ചുകൂടെ എഴഞ്ഞ് എണീറ്റ് നടക്കുമ്പോൾ അതെങ്ങനെയാവും? കുഞ്ഞു കുട്ടിയാവും, അല്ലേ? ചൈൽഡ്, നിങ്ങളുടെ പോലെ ചൈൽഡ്. ആ കുട്ടി എന്ത് ചെയ്യും? കുറച്ചുകൂടെ വലുതായി വരുമ്പം എന്തായി? അഡൽട്ടായി. അഡൽട്ട് എന്ന് പറഞ്ഞാൽ മുതിർന്ന ആളായി. ഇനിയൊന്ന് വടി കുത്തി വന്നാലോ അയാൾ എന്താവും? അല്ലെ ആ കുട്ടി ഇത്തിരി മുടിയൊക്കെ നരച്ച് വന്നാലോ അവരെന്താവും? ഗ്രാൻഡ് മദറോ ഗ്രാൻഡ് ഫാദറോ ആവും, അല്ലേ? വയസ്സാകും. അപ്പം ഇനി അടുത്ത നെക്സ്റ്റ് പേജ് നോക്കാം. നെക്സ്റ്റ് പേജിൽ വേറെ ഒന്നുമല്ല, ആക്ടിവിറ്റീസാണ്. ഇത്രയാണ് ചാപ്റ്റർ 1. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും നോക്കി പഠിക്കുക. ഞാൻ ഒന്നുകൂടെ വായിച്ചു തരാം. ഈ പേജ് നോക്കിക്കോ. എ ചൈൽഡ് ഗ്രോസ് ഇൻറ്റു എ യങ് ബോയ് ഓർ ഗേൾ. As time passes, a young boy grows into a man and a young girl grows into a
women, then they are called adults. Many years later, we grow old like our grandfather and grandmother. ഓക്കെ, അപ്പോൾ ഇതൊരു കുഞ്ഞ് ചാപ്റ്ററാണ്. എന്താണ്, ഒരു കുട്ടി വളർന്ന് വലുതായി വരുന്നതിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞ് ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം. താങ്ക് യു. അതുപോലെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്. ഓക്കെ.